വിവാഹത്തിന്റെ ആദ്യപടിയായ വിവാഹ നിശ്ചയത്തിന്റെ ശുശ്രൂഷ അവസാനിച്ചിരിക്കുകയാണ്. അതായത് മോതിരം വാഴവിന്റെ ശുശ്രൂഷ. ഇനി നടക്കുവാനായിട്ടുള്ളത് കിരീടം വാഴവിന്റെ ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ നടന്നപ്പോൾ അതിന്റെ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായി കാണും. അത് വിവാഹ നിശ്ചയത്തിനുള്ള പ്രാർത്ഥനയാണെന്ന്. പല കാലങ്ങളില് ഈ വിവാഹ നിശ്ചയമൊക്കെ നടത്തി മാസങ്ങള് വർഷങ്ങളൊക്കെ കഴിഞ്ഞാണ് പിന്നെ വിവാഹത്തിന്റെ പ്രധാന ശുശ്രൂഷയായ കിരീടം വാഴവിന്റെ ശുശ്രൂഷ നടത്താറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ ഒരു മാസം കൊണ്ടൊക്കെയും വിവാഹം പെട്ടെന്ന് ആലോചിച്ച് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് വിവാഹ നിശ്ചയത്തിന്റെ പ്രാർത്ഥനയും കിരീടവാഴവിന്റെ ശുശ്രൂഷയും ഒരുമിച്ച് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നത്. അതിന് പ്രകാരം ഇന്ന് ഈ നമ്മുടെ മക്കളുടെ വിവാഹ നിശ്ചയം ഔദ്യോഗികമായി പള്ളിയിൽ നടത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി കിരീടവാഴവിന്റെ ശുശ്രൂഷ പ്രധാനമായിട്ട് നടത്തുവാനായിട്ട് നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കണം ഇവിടെ കിരീടമൊന്നും കാണുന്നില്ലല്ലോ വാഴ്ത്തുവാനായിട്ട് എന്ന്. എന്നാൽ പാശ്ചാത്യ സ്ഥലങ്ങളിൽ പശ്ചിമ രാജ്യങ്ങളൊക്കെയും ഇന്നും സുവർണ കിരീടമാണ് വാഴ്ത്തി പിതാക്കന്മാര് മണവാളിന്റെയും മണവാട്ടിയുടെയും ശിരസിൽ അണിയിക്കാറുള്ളത്. നമ്മൾക്ക് അതത്ര പ്രായോഗികമായ കാര്യമല്ല. കാരണം ഒരു വർഷത്തിലൊരു കല്യാണം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴായിരിക്കും ഒരു കല്യാണമൊക്കെ സുവർണ കിരീടമൊക്കെ ഉണ്ടാക്കി വയ്ക്കുവാനായിട്ട് പ്രായോഗികമായ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് നാം ചെയ്യുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ കരുവേൽപ്പിച്ച പ്രകാരം സ്ത്രീയുമായി ഇട്ടിരിക്കുന്നതായ മാല, സ്വർണ്ണമാല മണവാളിന്റെയും മണവാട്ടിയുടെയും ശിരസിൽ കിരീടാകൃതിയിൽ വാഴ്ത്തി അവരെ അണി. അങ്ങനെയാണ് നാം ചെയ്യുവാറുള്ളത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ സമയത്ത് പ്രത്യേകം നിങ്ങളോട് പറയുവാനുള്ളത് ഈ നമ്മുടെ ദമ്പതികൾക്ക് വേണ്ടി, ഈ മണവാളിന് വേണ്ടി, ഈ മണവാട്ടിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. മണവാളനോടും മണവാട്ടിയോടും പറയുവാനുള്ളത് നിങ്ങൾ 2 വ്യത്യസ്ത ഭവനങ്ങളില് വ്യത്യസ്ത മാതാപിതാക്കന്മാർക്ക് വ്യത്യസ്ത സ്വഭാവത്തിൽ ജനിച്ച് വളർന്ന് ഈ നിലയിലെത്തിയവരാണ്. നിങ്ങളെ ഈ പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് ഈ നിൽക്കുന്നതായ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ദൈവിക നിയോഗത്താൽ ബലിയായ എന്റെ കരങ്ങളാൽ നിങ്ങളെ യോജിപ്പിച്ചു വിടുകയാണ്. നിങ്ങൾ ദൈവികമായി ജീവിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുക. ഒന്നോർക്കുക, പ്രാർത്ഥനാ ജീവിതമുള്ള കുടുംബം മാത്രമേ ഐശ്വര്യം പ്രാപിക്കുകയുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ദേവാലയത്തിൽ ആരാധനയിൽ സംബന്ധിക്കുന്നവരായിരിക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് ദൈവം നിങ്ങളുടെ കുടുംബജീവിതം സഫലീകരിച്ച് നല്ല ഒരു ജീവിതം പ്രദാനം ചെയ്യുന്നത്. ആളുകളൊക്കെ വിചാരിക്കുക കല്യാണം കഴിക്കുന്നത് വളരെ തമാശ ആണ്, ഒരു സുഖമൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല. ഒരു ഭാഗത്ത് സന്തോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മറുഭാഗത്ത് അതിനേക്കാൾ കൂടുതൽ ദുഃഖവും പ്രയാസവും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സന്തോഷം നിങ്ങൾ പകർത്തുന്നത് പോലെ ദുഃഖവും നിങ്ങൾ പകർത്തുവാൻ ബാധ്യസ്ഥരാണെന്ന കാര്യം ഈ സമയത്ത് നിങ്ങളെ ഞാൻ ഓർപ്പിക്കുക. ഒരു നല്ല കുടുംബജീവിതം, ഇവിടെ കല്യാണം വിവാഹം കഴിച്ച ആളുകൾ ധാരാളം ഉണ്ടല്ലോ. നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നവർക്കറിയാം ആ കുടുംബത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെയും പലരും അവരുടെ ജീവിതത്തിൽ അവർ പറയില്ലായിരിക്കാം. എന്നാൽ നമ്മൾ ഒരു കുടുംബത്തോട് കൂടുതൽ അടുത്ത് ചേരുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും ആ കുടുംബത്തിന് ചില പ്രശ്നങ്ങളൊക്കെയും ഉണ്ടറിയാം. പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങൾ തീരെ ചുരുക്കമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ദൈവം തമ്പുരാൻ പരിഹരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങൾ ദേവാലയത്തിൽ ആരാധനയൊക്കെ സംബന്ധിക്കണം, ബഹുമാനിക്കാൻ കടപ്പെട്ടവരെയൊക്കെ ബഹുമാനിക്കണം. മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, പട്ടക്കാരെ, മേൽപ്പട്ടക്കാരെ ഇവരൊക്കെയും അനുസരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ആയിരിക്കണമെന്ന് പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കുന്നു. ഈ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കണമേ. ദൈവത്തിന്റെ അനുഗ്രഹം എന്നിലുണ്ടായി എന്റെ ബലഹീനമായ കരങ്ങളാൽ പരിശുദ്ധാത്മാവ് ആവശ്യിച്ച് ഈ മക്കളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് വിവാഹ ശുശ്രൂഷയുടെ 2ാം ക്രമമായ കിരീടം വാഴുന്ന ശുശ്രൂഷ ആരംഭിക്കുന്നു. ായ
നൽവരങ്ങളെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടവരെ നയിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവരെ സന്തോഷോല്ലാസങ്ങളോടുകൂടെ അവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ട് ബന്ധിക്കപ്പെടുന്ന സകലം ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്തിന് മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങൾ പ്രദാനം ചെയ്യുന്നതിനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും അടിയാളെ ആയിട്ടാലൊക്കെയും സ്തുതിക്കുവാനുമായ യോഗ്യമാകുന്നു. സകല പ്രവൃത്തികളും ഉത്തമമായിരിക്കണം. ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തെ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന വഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയമായ നൽവരങ്ങൾ തൽപരരും ആത്മശയങ്ങളും പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭം ഉണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപവർണ്ണങ്ങളിൽ നിന്ന് വിദൂരസ്ഥരായും വർദ്ധിക്കുമാറാകണമേ. നിന്റെ വൈശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്യ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെ നിന്റെ ആത്മീയ മുദ്രത്തോടെ നീ പ്രവർത്തിക്കുന്ന വിലക്കാരും നിന്നോട്
നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളെ ആചരണത്തിൽ തീഷ്ണമാക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങൾ മരിച്ചവരെ നീ ആശ്വസിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിൻപാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ നിന്റെ ദാസനെ ഈ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയയും നിറഞ്ഞതായ നിന്റെ വലുതയുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളവരിൽ നിന്ന് ഞങ്ങളെ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഇവരെ നിന്റെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ
മിശിഹായുടെ നാമത്തിൽ സർവദാ സർവ്വത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മിശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്നുള്ള കാലം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്നാൽ മിശിഹാ സർവ്വതയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയാകുന്നു. സഭാ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മിശിഹായുടെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വീണ്ടും വണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്തുല്യങ്ങളായ മറ്റു വല്ലതിനോ കൂടാതെ നിർമ്മലയും വിശുദ്ധയുമായ തേജസ്വിനിയായ സ്വീകയാക്കുവാനുമായിട്ട് സഭയ്ക്ക് വേഗമായി മിശിഹ സ്വപ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്നപോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു. സ്നേഹിക്കുന്നത് ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നതല്ലോ. പിന്നെയോ മെസ്സിയ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസബന്ധികളും സംബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതേ ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന ഓരോരുത്തരുടെ ഭാര്യയെയും സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. ബാലന്മാരെ നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വെറും ചെയ്യപ്പെട്ട പ്രഥമർപ്പണയാകുന്നു. അമിനായ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ നാം കേൾക്കണം. അനന്തരം പരീക്ഷാർത്ഥം പ്രിയന്മാർ അടുത്ത് ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഭാര്യയെ പിരിച്ചിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യ സൃഷ്ടികർത്താവാണ് പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനും വേണ്ടി ഭാര്യയോട് ചേർത്തിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ ഹൃദയവാന്റെ നിമിത്തം ഭാര്യമാരെ പിരിച്ചിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ നീ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വിചാരകുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോടെ ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കളിതരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും
അക്ഷയമാലങ്കാരങ്ങൾ അലങ്കരിക്കുകയും ശത്രുവിന്റെ സരശക്തിക്ക് എതിരാജയമായി സഞ്ചരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. Amen.
മിശിഹായുടെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുടെ വലതയും വന്ന് നിങ്ങൾ ആവർത്തിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തോടെ നിങ്ങളോട് കൂടെ വാഞ്ചയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മനോഹരമായ സ്ത്രീയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും, ഇസ്ഹാക്ക് യാക്കോബിലും, യാക്കോബ് യോസേഫിലും സന്തോഷപ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ട ഉത്തമ സന്താനങ്ങളെ ദൈവം നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരെ ഭൂമിയിൽ നിറവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായ നൽകിയ അനുഗ്രഹം നിങ്ങളിലും വന്ന് വസിക്കുമാറാകട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹം നിങ്ങളിലും വന്ന് വസിക്കട്ടെ. ആകാശത്ത് പരിമഞ്ഞും ഭൂമി ഭാരത്തിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിലും വന്ന് വസിക്കുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹം നിങ്ങളിലും വിലയില്ലായ എന്റെ കൈകളാൽ ഇന്ന് നിങ്ങളുടെ ദയവയ്ക്കപ്പെട്ടതായി കീഴിൽ വന്ന് വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച മുഖത്തും പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കളനെ പോലെ നിങ്ങളും സ്വർഗരാജ അവകാശമായി ഭവിക്കുമാറാകട്ടെ. നാം എല്ലാവരുടെയും മരിച്ചവർ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവരായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധനുമായി സ്തുതികരേറ്റാം. ഓശോ കുലസ്വാലോലം നല്ല കാര്യങ്ങൾ സാധികമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇന്ന് ഇത് പരിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനിയായ പൂർവികർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ യേശുവിശുവായുടെ സിംഹാസനമായ ദൈവമേശയുടെയും ശ്രീ
ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുടെ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാലെ ശമാശന്മാരിലും വിശ്വാസരാജനത്തിലും മണവാളനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കരുണയും ഒന്ന് സമർത്ഥയെ ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീത ദൈവമാതാവും വിശുദ്ധ അമ്മയുമായ കന്യമറിയാമിനെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവരുടെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരെ പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലത് എന്ന് ഉന്നയിക്കും അവൽ ആവശ്യിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളി. നിങ്ങൾ ഓരോരുത്തരും അവനവരുടെ ഭാര്യയോട് ബന്ധം എങ്ങനെയായിരിക്കുമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിക്കും. ഇവർ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവരുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകിയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദൈവമുള്ളവരായിരിക്കുകയും ചെയ്യണം. അവൾ നഗ്നായിരുന്നാലും അവൾക്ക് കൈപ്പാട് നൽകണം. തന്റെ പ്രാണനെ പോലെ അവൾ അവനോട് വർദ്ധിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവളും ന്യായമായ പ്രകാരം അവന്റെ പരിചരണം നിർവഹിക്കാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവന്റെ അടുത്ത് വർദ്ധിക്കണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളും നിങ്ങളിലും എന്നും എന്നേക്കും വന്ന് ആവശ്യിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും ജനിച്ചവനും പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശുദ്ധ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി തിരുവനസായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമെന്ന് ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുഴിതറിക്കപ്പെട്ടു. കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് നിന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്നെ വലിയ മഹത്വത്തോടെ ഇനി പരിപാലിക്കുന്നവനും തന്റെ രാജന അവസാനരാജനുമായ യേശുമിശിഹായ കർത്താവ് സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പുറപ്പെട്ട പിതാവിനോട് പുത്രനോട് ഒന്നിക്കപ്പെട്ട ആശ്രയിക്കപ്പെടുന്നവനും ദിവ്യന്മാരും ക്ലിയന്മാരും സംസാരിക്കുമായും ആഗോരിയും ശ്രേയുമായി ഏകവിശ്വസഭയിൽ ഞങ്ങൾ പാപമോചനത്തിനുമാകും ഈസാവയ്ക്കുമാകും ഏറ്റു പറഞ്ഞ മരിച്ചു വരുവാനുള്ള പുതിയനുമായി